യേശുവിൻ്റെ ജനന സമയത്ത് ഏകദേശം BC 4 മുതൽ 6 വരെ യഹൂദയുടെ രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ അന്തരീക്ഷം എടുത്തു കാണിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. റോമൻ സാമ്രാജ്യത്തിലെ ഒരു പ്രവിശ്യയായിരുന്നു യഹൂദിയ. റോമൻ ഉദ്യോഗസ്ഥരാണ് ഭരിച്ചിരുന്നത്. യേശുവിൻ്റെ ജനന സമയത്ത് റോമൻ ക്ലയൻ്റ് രാജാവായ മഹാനായ ഹെരോദാവ് യഹൂദ ഭരിച്ചു. അത്യധികമായ നിർമ്മാണ പദ്ധതികൾക്കും നവജാതനായ യേശുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനായി ബെഥലഹേമിലെ ശിശുക്കളെ കൊല്ലുവാനുള്ള കുപ്രസിദ്ധമായ ഉത്തരവിനും പേരുകേട്ട ഹെരോദാവിനെ ബൈബിളിൽ മത്തായി സുവിശേഷം 2-ാം അധ്യായം മുതൽ പരാമർശിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനും മതപരമായ വിശുദ്ധിക്കും വേണ്ടി കൊതിക്കുന്ന ജൂതജനത ഉണ്ടായിരുന്ന സംഘർഷഭരിതമായ ഒരു പ്രദേശമായിരുന്നു യഹൂദിയ. ഹെരോദാവിനെ പോലെയുള്ള പ്രാദേശിക ഭരണാധികാരികളെ ഭരിക്കുവാൻ റോമാക്കാർ അനുവദിച്ചു. എന്നാൽ ആത്യന്തിക അധികാരം റോമിലായിരുന്നു. ഹെരോദാവിൻ്റെ മനോവിഭ്രാന്തിയും ക്രൂരതയും സംബന്ധിച്ച ബൈബിൾ വിവരണത്തിൽ രാഷ്ട്രീയ അസ്വസ്ഥതകൾ പ്രതിഫലിക്കുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായം. യഹൂദ ജനത കർശനമായ ഏകദൈവ വിശ്വാസം പിന്തുടരുകയും മോശയുടെ ന്യായപ്രമാണം പാലിക്കുകയും ചെയ്തു. പരീശന്മാരും സദൂക്യരും പുരോഹിതന്മാരും മതജീവിതത്തിൽ ഗണ്യമായ പങ്കുവഹിച്ചു. ജെറുസലേമിലെ ദേവാലയം ആരാധനയുടെയും ത്യാഗത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ.